ബാത്റൂമിൽ വെച്ച് വുളു എടുക്കാമോ എന്നാണ് ചോദ്യം. ഇത് പലർക്കും അറിയാത്ത വിഷയമാണ്. വീഡിയോ മുഴുവനും കാണുക. ഞാൻ ഷോർട്ടായിട്ട് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. കുളിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലത്ത് വുളു ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതിനുള്ള തെളിവെന്താണ്? വളരെ കൃത്യമായ തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് കുളിക്കുന്ന സമയത്ത് വുളു എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കുന്ന സ്ഥലത്ത് വുളു എടുക്കാമെന്നത് അത് വ്യക്തമായ തെളിവാണ്. മാത്രമല്ല, ജനാബത്ത് കുളി തന്നെ ഇബാദത്താണ്. രണ്ടും ശുദ്ധീകരണ പ്രവൃത്തിയാണ്. രണ്ടും ഇബാദത്തുകളാണ്. അതുകൊണ്ട് അത് കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് ആകാമോ എന്നതിൽ തർക്കമില്ല. കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് വുളു ചെയ്യുന്നതിലും ബിസ്മി ചൊല്ലുന്നതിലും പ്രശ്നമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യബൂലന്ന അഹദുകും ഫീ മുസ്തഹമ്മിഹി, നിങ്ങളിൽ ഒരാളും തന്നെ കുളിക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പാടില്ലാത്തതാണ്. മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് കുളിക്കുകയാകട്ടെ അല്ലെങ്കിൽ വുളു എടുക്കുകയാകട്ടെ, അപ്പോൾ നജസ് നമ്മുടെ ശരീരത്തിൽ ആയിട്ടുണ്ടാകുമോ, വസ്ത്രത്തിലായിട്ടുണ്ടാകുമോ എന്ന സംശയം എപ്പോഴും ബാക്കിയുണ്ടാകും. വസ്വാസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സംശയം ഇല്ലാതെ ഇരിക്കാൻ ടോയ്ലറ്റിന്റെ അവിടെ ചെയ്യുന്ന കാര്യമൊന്നും കുളിക്കുന്നിടത്ത് ചെയ്യാൻ പാടില്ല. മഹാനായ അതാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദാ കാന ലഹു മഖ്റജ് ഫലാ ബഅസ ബിഹി എന്നാണ്. കുളിക്കുന്നിടത്ത് നിങ്ങൾക്ക് മൂത്രമൊഴിക്കാം. എപ്പോൾ മൂത്രം പരിപൂർണമായും ഒഴിഞ്ഞു പോകാനുള്ള ഒരു മഖ്റജ് ഉണ്ടെങ്കിൽ, വഴിയുണ്ടെങ്കിൽ അവിടെ മൂത്രം ഒഴിക്കുന്നതിൽ വിരോധമില്ല. കാരണം വൃത്തിയാവുക എന്നതാണ് പ്രധാനം. നജസ് നമ്മുടെ ശരീരത്തിലേക്ക് ആവുക ഇല്ല എന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സംവിധാനത്തിലുള്ള ടോയ്ലറ്റുകൾ മറ്റും പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ മലവും മൂത്രവും ഒക്കെ ഒരു പ്രത്യേക ഭാഗത്ത് കൂടി ഒഴിഞ്ഞു പോകും. അതിന്റെ പരിസരങ്ങളിൽ ഒന്നും നജസ്സുകൾ ഉണ്ടാവാൻ സാധ്യതകളില്ല. അല്ലെങ്കിൽ വൃത്തിയാക്കിയാൽ വേഗം വൃത്തിയാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണുള്ളത്. അത്തരമൊരു സന്ദർഭങ്ങളിൽ ആണെങ്കിൽ അതുപോലെ ഒരു സ്ഥലത്ത് വെച്ച് വുളു എടുക്കുന്നത് കൊണ്ടോ കുളിക്കുന്നത് കൊണ്ടോ വിരോധമില്ല. വൃത്തിയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലും വുളു എടുക്കാമെങ്കിലും അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ വസ്വാസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. കുളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബാത്റൂമിൽ വുളു എടുക്കുന്നത് കൊണ്ടോ ബിസ്മി ചൊല്ലുന്നത് കൊണ്ടോ ശേഷമുള്ള ദുആ പറയുന്നത് കൊണ്ടോ ഒരു പ്രശ്നവുമില്ല. രണ്ടും കൂടി ഉള്ള സ്ഥലത്ത് വുളു എടുക്കുന്നെങ്കിൽ പുറത്ത് ഇറങ്ങിയിട്ട് ദുആ പറയുക.